കൃഷി രാധാകൃഷ്ണന് ഒരു തൊഴിലല്ല, മറിച്ച് മനസ്സിന് സംതൃപ്തി നൽകുന്ന ജീവിതചര്യയാണ്. ജൈവ പച്ചക്കറി വിളയിച്ചു നൽകുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് തന്റെ അധ്വാനത്തിന്റെ ലാഭമെന്ന് തോന്നല്ലൂർ വിളക്കത്തല വീട്ടിൽ രാധാകൃഷ്ണൻ പറയുന്നു. നല്ല രുചിയുള്ള നാടൻ പച്ചക്കറി വേണമെങ്കിൽ രാധാകൃഷ്ണേട്ടന്റെ തോട്ടത്തിലേക്ക് പോന്നോളൂ. 1/2 ഏക്കർ സ്ഥലത്താണ് ജൈവ പച്ചക്കറി വിളഞ്ഞു കിടക്കുന്നത്. തോന്നല്ലൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപമുള്ള 1/2 ഏക്കർ പാടശേഖരത്തിലാണ് രാധാകൃഷ്ണന്റെ പച്ചക്കറിത്തോട്ടം. കടുത്ത വേനലിലും പച്ചത്തുരുത്ത് നിറഞ്ഞ കൃഷിയിടത്തിൽ മത്തനും കുമ്പളവും വെള്ളരിയും കുക്കുംബറും തണ്ണിമത്തനും വെണ്ടയും പയറും ചീരയും വിളഞ്ഞു കിടക്കുന്നു. ഏകദേശം 4 വർഷമായിട്ട് ഈ കൃഷി പച്ചക്കറി നെല്ല് ഒരു കൂലി നെല്ല് പണിയും നെല്ല് വിളവെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പച്ചക്കറിയുടെ പണികൾ തുടങ്ങും. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത ഇത് കഴിക്കുകയും ചെയ്യാം. അതുപോലെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കാൻ തികയില്ല മാത്രം. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ല സാധനങ്ങൾ കഴിക്കുക എന്നുള്ളൊരു രീതിയിൽ. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം കാലത്ത് ഒരു 2-3 മണിക്കൂർ അതുപോലെ വൈകിട്ട് വന്നിട്ടും ഇവിടെ ചിലവഴിക്കാൻ പറ്റുമ്പോൾ അതൊരു സംതൃപ്തിയാണ്, സന്തോഷമാണ്. ബസ് കണ്ടക്ടറായിരുന്ന രാധാകൃഷ്ണൻ കോവിഡ് കാലത്താണ് കൃഷിയിലേക്ക് പ്രവേശിച്ചത്. സുഹൃത്ത് വേണുവാണ് ഇതിന് പ്രചോദനം നൽകിയത്. പിന്നീട് കൃഷിപരിപാലനം ദിനചര്യയുടെ ഭാഗമായി മാറി. 1.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും ചെയ്യുന്നുണ്ട്. വേലൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് വാഹനത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന രാധാകൃഷ്ണൻ രാവിലെയും വൈകുന്നേരവും 2 മണിക്കൂർ തോട്ടത്തിൽ ചിലവഴിക്കും. രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കാതെ തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലെ ഉപയോഗത്തിനെടുക്കുകയും ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യും. കൃഷി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ വീട്ടിലും തൊടികളിലും ഇതുപോലെ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.